ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബ്രൗസർ ഇഷ്യൂസ് എങ്ങനെ റിസോൾവ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നത് ഫയർഫോക്സ് ഓർ ക്രോം ആണ്. അപ്പം നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റിയിൽ നമ്മൾ ഒരുപാട് ബ്രൗസർ റിലേറ്റഡ് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ അതിനൊക്കെ ഒരു സൊല്യൂഷനാണ് ഈ വീഡിയോ. അപ്പം എങ്ങനെയാണ് നമ്മൾ ബേസിക് ട്രബിൾ ഷൂട്ട് വഴി ബ്രൗസർ റിലേറ്റഡ് ഇഷ്യൂസ് റിസോൾവ് ചെയ്യാവുന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്റ്റെപ്സ് നിങ്ങൾ സെയിം ഓർഡറിൽ തന്നെ ട്രൈ ചെയ്യുക. നിങ്ങൾ ഒരു ബ്രൗസർ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഇഷ്യൂ റിസോൾവ് ചെയ്യാൻ വേണ്ടി സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 എന്ന് പറയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സെയിം ഓർഡറിലും സീക്വൻസിലും ഇഷ്യൂസ് റിസോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യുക. എന്തായാലും ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്യൂസ് ഫിക്സ് ആകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഫയർഫോക്സിൻ്റെ ക്യാച്ച് ഓർ കുക്കീസ് ക്ലിയർ ചെയ്തിട്ട് ഇഷ്യൂസ് നമുക്ക് റിസോൾവ് ചെയ്യാം. മാക്സിമം ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് കുക്കീസ് ഓർ ക്യാച്ച് റിലേറ്റഡ് ഇഷ്യൂസ് ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പം അത് ഫയർഫോക്സിൽ എങ്ങനെയാണ് ആ ഇഷ്യൂ റിസോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഫയർഫോക്സിൽ നമ്മൾ ക്യാച്ച് ഓർ കുക്കീസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് ഹിസ്റ്ററി സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ക്ലിയർ റീസൺ ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടാബ് ഓപ്പൺ ആകുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കുക്കീസ്, ക്യാച്ച്, ബ്രൗസർ ഹിസ്റ്ററി എല്ലാം ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം നമ്മളിവിടെ ടൈം എവരിത്തിങ് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുത്താൽ നമ്മുടെ ക്യാച്ച് എല്ലാം ക്ലിയർ ആകുന്നതാണ്. അപ്പം ക്യാച്ച് റിലേറ്റഡ് ഇഷ്യൂ ആണ് ഫയർഫോക്സിലെങ്കിൽ അത് റിസോൾവ് ആകുന്നതാണ്. അപ്പോൾ ഈ ഒരു സെയിം ഇത് ക്രോമിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ക്രോമിൽ നമുക്ക് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം മോർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമുക്ക് അവിടെ ക്ലിയർ ബ്രൗസിങ് ഡേറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊരു വിൻഡോ ഓപ്പൺ ആകുന്നതാണ്. ഇവിടെ നമുക്ക് ഓൾ ടൈം കൊടുത്തതിന് ശേഷം ക്ലിയർ ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ ക്യാച്ച് ക്ലിയർ ആകുന്നതാണ്. അപ്പം നമ്മുടെ ഫസ്റ്റ് ട്രബിൾ ഷൂട്ട് എന്ന് പറയുന്നത് ക്യാച്ച് ക്ലിയർ ചെയ്യുകയാണ്. അപ്പം നോർമൽ ഇഷ്യൂസ്, മൈനർ ഇഷ്യൂസ് എല്ലാം ക്യാച്ച് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ റിസോൾവ് ആകുന്നതാണ്. അപ്പം നമ്മുടെ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ബ്രൗസർ റീസെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ബ്രൗസർ റീസെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്യൂസ് റിസോൾവ് ചെയ്യാവുന്നതാണ്. കാരണം ബ്രൗസറിൻ്റെ സെറ്റിങ്സ് എന്തെങ്കിലും പ്രോബ്ലം കൊണ്ടോ അല്ലെങ്കിൽ ബ്രൗസറിൻ്റെ ഇഷ്യൂ കൊണ്ടോ നമുക്ക് ഇഷ്യൂ വരാം. നമുക്ക് വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ലാത്ത ഇഷ്യൂസോ അല്ലെങ്കിൽ വെബ്സൈറ്റ് ലോഡ് ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂ വരാം. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ഫയർഫോക്സിൽ ചെയ്യുന്നത് നോക്കാം. ഫയർഫോക്സിൽ ബ്രൗസർ റീസെറ്റ് ചെയ്യാൻ വേണ്ടി സെറ്റിങ്സ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഹെൽപ്പ് ഓപ്ഷൻ ഉണ്ട്. ഹെൽപ്പ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് മോർ ട്രബിൾ ഷൂട്ടിംഗ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ റീഫ്രഷ് ഫയർഫോക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം നമ്മൾ ഈ റീഫ്രഷ് ഫയർഫോക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫയർഫോക്സ് സെറ്റിങ്സ് ഫുള്ള് റീസെറ്റ് ആയിരിക്കുന്നതായിരിക്കും, ഫാക്ടറി റീസെറ്റ് ആകുന്നതായിരിക്കും. ഫ്രഷായിട്ട് ഫയർഫോക്സ് ഇൻസ്റ്റാൾ ചെയ്താലുള്ള കോൺഫിഗറേഷനിലോട്ട് ഇത് റീസെറ്റ് ആകുന്നതാണ്. അപ്പോൾ നമുക്കത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വാണിംഗ് വരും. നമ്മൾ വീണ്ടും റീഫ്രഷ് കൊടുത്തു കഴിഞ്ഞാൽ ഫയർഫോക്സ് ക്ലോസ് ആകുന്നതാണ്. ക്ലോസ് ആയിട്ട് നമുക്ക് ആ ഒരു ഫിനിഷ് ഓപ്ഷൻ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫയർഫോക്സ് സക്സസ്ഫുള്ളായിട്ട് റീസെറ്റ് ആയിട്ട് ഓപ്പൺ ആകുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാക്സിമം ഫയർഫോക്സ് സെറ്റിങ്സ് റിലേറ്റഡ് ഇഷ്യൂസ് എല്ലാം റിസോൾവ് ആകുന്നതാണ്. കൂടാതെ ഇവിടെ നമുക്ക് നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്ക് മാർക്സ് എല്ലാം നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഡിലീറ്റ് ആകുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ബുക്ക് മാർക്സ് എല്ലാം വേണ്ടവർ ഓൾറെഡി ബാക്കപ്പ് എടുത്തിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ബുക്ക് മാർക്സ് നമുക്ക് ഡിലീറ്റ് ആകുന്നതായിരിക്കും. അപ്പം ഈ ഒരു സെയിം മെത്തേഡ് ക്രോമിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ക്രോമിൽ നമ്മൾ സെറ്റിങ്സ് സെലക്ട് ചെയ്യുക. ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് വേറൊരു സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജാണ് ഓപ്പൺ ആകുന്നത്. നമ്മൾ ഒന്നുകൂടെ കാണിക്കാം. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് ഈ ഒരു പേജിലോട്ടാണ് റീഡയറക്റ്റ് ആകുന്നത്. ഇവിടെ നമുക്ക് അഡ്വാൻസ് സെലക്ട് ചെയ്യാം. അഡ്വാൻസ് സെലക്ട് ചെയ്തതിന് ശേഷം സിസ്റ്റം സെലക്ട് ചെയ്യാം. സിസ്റ്റത്തിൻ്റെ താഴെ അഡ്വാൻസിന് ശേഷം നമുക്ക് റീസെറ്റ് ആൻഡ് ക്ലീനപ്പ് സെലക്ട് ചെയ്യാം. അപ്പോൾ റീസെറ്റ് ആൻഡ് ക്ലീനപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഓപ്ഷൻ സെയിം ഓപ്ഷൻ സിസ്റ്റം സെലക്ട് ചെയ്ത് താഴെയുള്ള സെയിം ഓപ്ഷനിലോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പം ഇവിടെ നമുക്ക് റീസ്റ്റോർ ടു ദെയർ ഒറിജിനൽ ഡീഫോൾട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. നമ്മൾ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫയർഫോക്സ് റീസെറ്റ് ആകുന്നതാണ്.
അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഫയർഫോക്സ് പ്രൊഫൈല് റീക്രിയേറ്റ് ചെയ്യാം. അതായത് പ്രൊഫൈല് റീഫ്രഷ് ചെയ്തിട്ട് നമുക്ക് ഇഷ്യൂ റിസോൾവ് ചെയ്യാവുന്നതാണ്. അപ്പം ആ ഒരു പ്രൊഫൈൽ, അതായത് ഫയർഫോക്സും ക്രോമും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രൊഫൈല് സിസ്റ്റത്തിൽ ക്രിയേറ്റ് ആകുന്നതാണ്. അപ്പോൾ ആ ഒരു പ്രൊഫൈല് കറപ്റ്റായാൽ നമുക്ക് ബ്രൗസർ റിലേറ്റഡ് ഇഷ്യൂസ് വരുന്നതാണ്. അപ്പം ആ ഇഷ്യൂസ് റിസോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഫയർഫോക്സിൽ എങ്ങനെയാണ് ആ ഒരു ഇഷ്യൂ റിസോൾവ് ചെയ്യുന്നത് നോക്കാം. അതിന് ഫസ്റ്റ് നമ്മൾ ബ്രൗസർ, അതായത് മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ OS ഡ്രൈവ് സെലക്ട് ചെയ്യുക. അവിടെ നമുക്ക് യൂസേഴ്സ് എന്ന് പറഞ്ഞ ഫോൾഡർ കാണാം, അത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മുടെ പ്രൊഫൈൽ സെലക്ട് ചെയ്യുക. പ്രൊഫൈൽ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആപ്പ് ഡേറ്റ എന്ന് പറഞ്ഞൊരു ഫോൾഡർ കാണാം. ആക്ച്വലി ഈ ഫോൾഡർ ഹിഡൻ ഫോൾഡറാണ്. നമുക്ക് ഈ ഒരു ഫോൾഡർ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് യൂസേഴ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഒരു ഫോൾഡർ കാണുന്നില്ലെങ്കിൽ നമുക്കിവിടെ ഒരു വ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. വ്യൂ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഹിഡൻ ഐറ്റം എന്ന് പറഞ്ഞൊരു ഇത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊണ്ട് അത് അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫോൾഡർ ഹൈഡ് ആകുന്നത് കാണാം. അപ്പോൾ നമ്മൾ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫോൾഡർ എനേബിൾ ആകുന്നത് കാണാം. അപ്പോൾ ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനുള്ളിൽ റോമിംഗ് എന്ന് പറഞ്ഞ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്കവിടെ മോസില്ലയുടെ ഫോൾഡർ കാണാം. ഇതാണ് നമ്മുടെ ഫയർഫോക്സിൻ്റെ പ്രൊഫൈല്. നമ്മൾ ഈ ഒരു പ്രൊഫൈല് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ഇത് റീക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഫയർഫോക്സ് ക്ലോസ് ചെയ്തതിന് ശേഷമേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് എറർ വരും. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മളത് റീക്രിയേറ്റ് എന്ന് പറയുന്നത് നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫോൾഡറിനെ റീനെയിം ചെയ്യാൻ പോകണം. നമുക്കിവിടെ ഓൾഡ് എന്ന് സെലക്ട് ചെയ്ത് ക്ലോസ് ചെയ്യും. ഇപ്പം നമ്മുടെ എക്സിസ്റ്റിംഗ് പ്രൊഫൈൽ റീനെയിം ആയിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ പ്രൊഫൈൽ, അതായത് ഫയർഫോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ പുതിയൊരു പ്രൊഫൈലാണ് ക്രിയേറ്റ് ആകുന്നത്. നമ്മളിപ്പം ഇവിടെ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പം ഫയർഫോക്സ് പുതിയൊരു പ്രൊഫൈൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും. ഞാൻ ജസ്റ്റ് ഫയർഫോക്സ് ഓപ്പൺ ചെയ്തപ്പോഴേ ഇവിടെ ഒരു പുതിയൊരു മോസില്ല എന്ന് പറയുന്ന ഒരു ഫോൾഡർ, അതായത് പ്രൊഫൈല് പുതിയതായിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇപ്പം നമുക്ക് എക്സിസ്റ്റിംഗ് പ്രൊഫൈലിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ പുതിയ പ്രൊഫൈൽ റീക്രിയേറ്റ് ആകുന്നതോടുകൂടി നമുക്ക് ആ ഒരു ഇഷ്യൂ റിസോൾവ് ആകുന്നതാണ്. അപ്പം പ്രൊഫൈൽ റീക്രിയേറ്റ് ചെയ്ത് നമുക്ക് കോമൺ ഇഷ്യൂസ് മാക്സിമം പ്രൊഫൈൽ റീക്രിയേറ്റ് ചെയ്താൽ 90% ഒരു 95% ഓഫ് ഇഷ്യൂ റിസോൾവ് ആകുന്നതാണ്. കൂടാതെ നമുക്ക് ക്രോമിൽ എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. ക്രോമിൽ സെയിം മെത്തേഡാണ്. യൂസേഴ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ പ്രൊഫൈൽ സെലക്ട് ചെയ്യുക. ചെയ്തതിന് ശേഷം ആപ്പ് ഡേറ്റ, അതിനുശേഷം ലോക്കൽ സെലക്ട് ചെയ്യുക. ഫയർഫോക്സിന് റോമിങ്ങും ക്രോമിന് ലോക്കലാണ്. ഇവിടെ നമുക്ക് ക്രോം കാണാം. ക്രോമും നമ്മൾ ഇതുപോലെ തന്നെ റീനെയിം ചെയ്യാവുന്നതാണ്. അതിനു മുമ്പ് നമ്മൾ ക്രോം ക്ലോസ് ചെയ്തതിന് ശേഷമേ റീനെയിം ചെയ്യാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ റീനെയിം ചെയ്യാം. നമുക്ക് എന്ത് നെയിം വേണേലും കൊടുക്കാം. ജസ്റ്റ് ഓൾഡ്, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക കൂടി ചെയ്യാം, പ്രശ്നമില്ല. നമ്മൾ സേഫർ സൈഡ് ബാക്കപ്പിന് വേണ്ടിയാണ് നമ്മൾ ജസ്റ്റ് റീനെയിം ചെയ്യുന്നത്. അതിനുശേഷം ക്രോം ഓപ്പൺ ചെയ്താൽ പുതിയ പ്രൊഫൈൽ ഇവിടെ ക്രിയേറ്റ് ആകുന്നത് ഇവിടെ കാണാവുന്നതാണ്. ഇപ്പം ക്രോം ഓപ്പൺ ആയിരിക്കുന്നത് പുതിയ ഒരു പ്രൊഫൈലിലാണ്. അപ്പം പ്രൊഫൈൽ റീക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഇഷ്യൂസ് റിസോൾവ് ചെയ്യാവുന്നതാണ്. അപ്പം മാക്സിമം 90% ഇഷ്യൂവും ഈ പ്രൊഫൈൽ റീക്രിയേറ്റ് ചെയ്യുന്നതോടെ ഫിക്സ് ആവുന്നതാണ്. പക്ഷേ നമ്മുടെ ബ്രൗസർ ഹിസ്റ്ററിയും ബുക്ക് മാർക്കും നമുക്കിവിടെ നഷ്ടപ്പെടുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പം അതിന് നമ്മുടെ ബ്രൗസർ ഹിസ്റ്ററിയും ബുക്ക് മാർക്കും നമുക്ക് ബാക്കപ്പ് എടുക്കാവുന്നതാണ്. എനിക്ക് ഓൾറെഡി ബ്രൗസർ ബുക്ക് മാർക്കൊന്നും ഇല്ല, ബട്ട് എങ്കിലും ഫയർഫോക്സിൽ എങ്ങനെയാണ് ബുക്ക് മാർക്ക് ബാക്കപ്പ് എടുക്കുന്നതെന്ന് കാണിച്ചു തരാം. നമ്മൾ ബുക്ക് മാർക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം മാനേജ് ബുക്ക് മാർക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ അതിനുള്ളിൽ പോയാൽ ഇവിടെ ഇമ്പോർട്ട് ആൻഡ് ബാക്കപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ബാക്കപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ലൊക്കേഷൻ സെലക്ട് ചെയ്ത് നമ്മുടെ ബുക്ക് മാർക്കെല്ലാം ബാക്കപ്പ് ആകുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ പ്രൊഫൈൽ റീക്രിയേറ്റ് ഓർ റീഫ്രഷ് ചെയ്തതിന് ശേഷം സെയിം ഓപ്ഷനിൽ റീസ്റ്റോർ കൊടുത്ത ഫയൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ബ്രൗസർ ബുക്ക് മാർക്ക് റീസ്റ്റോർ ആകുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ റീസ്റ്റോർ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ബുക്ക് മാർക്സ് ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ ക്രോമിൽ നമ്മൾ സിമിലർ പാറ്റേൺ ആണ് യൂസ് ചെയ്യുന്നത്. ക്രോമിൽ നമ്മൾ ബുക്ക് മാർക്ക് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഇമ്പോർട്ട് ആൻഡ് മാനേജ് ബുക്ക് മാർക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ഓപ്ഷൻ അവിടെയും കാണാവുന്നതാണ്. ഇവിടെ നമുക്ക് ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യാവുന്നതാണ്. ഈ സെയിം മെത്തേഡ് നമുക്ക് ക്രോമിൽ യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്, അതായത് ഫൈനൽ ഓപ്ഷൻ എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഫസ്റ്റ് ക്യാച്ച് ക്ലിയർ ചെയ്തു.
ഫയർഫോക്സ് റീസെറ്റ് ചെയ്തു, പ്രൊഫൈലും റീക്രിയേറ്റ് ചെയ്തിട്ട് ഇഷ്യൂ ഫിക്സ് ആകുന്നില്ലെങ്കിൽ ഫൈനൽ ഓപ്ഷൻ, അതായത് ഈ 3 കംപ്ലീറ്റ് ചെയ്തിട്ട് ഇഷ്യൂ ഫിക്സ് ആകുന്നില്ലെങ്കിൽ ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സോഫ്റ്റ്വെയർ അൺഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക എന്നതാണ്. ഈ 3 കംപ്ലീറ്റ് ചെയ്തിട്ട് ഫൈനൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഇഷ്യൂ ഫിക്സ് ആകുന്നതാണ്. ആ ഇഷ്യൂ OS റിലേറ്റഡ് അല്ലെങ്കിൽ കൺഫേം ആയിട്ട് ഇഷ്യൂ ഫിക്സ് ആകുന്നതാണ്. അപ്പം നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് സോഫ്റ്റ്വെയർ എങ്ങനെയാണ് അൺഇൻസ്റ്റാൾ ചെയ്യുക എന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു കമാൻഡ് യൂസ് ചെയ്ത് നമുക്ക് പ്രോഗ്രാംസിൻ ഫീച്ചേഴ്സിൻ്റെ അകത്തുള്ളിൽ പോകാൻ പറ്റും. appvis.cpl എന്ന് പറഞ്ഞ കമാൻഡ് റണ്ണിൽ എൻ്റർ ചെയ്യുക. റൺ ഓപ്പൺ ചെയ്യാൻ വേണ്ടി വിൻഡോസ് R പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റൺ ഓപ്പൺ ആകുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ പ്രോഗ്രാം ആൻഡ് ഫീച്ചേഴ്സ് ഓപ്പൺ ആയി. ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത സോഫ്റ്റ്വെയർ കാണാം. നമ്മളിപ്പോൾ ഫയർഫോക്സ് എങ്ങനെയാണ് അൺഇൻസ്റ്റാൾ ചെയ്യുക എന്നാണ് നോക്കുന്നത്. അതിന് മുമ്പ് നമ്മൾ ഫയർഫോക്സ് ക്ലോസ് ചെയ്യുകയാണ്. ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത്, അതായത് ഇഷ്യൂ ഈ 3 മെത്തേഡും ട്രൈ ചെയ്തിട്ട് ഇഷ്യൂ ഫിക്സ് ആകുന്നില്ലെങ്കിൽ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യുക. അൺഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പം ഫയർഫോക്സ് അൺഇൻസ്റ്റാൾ ആകുന്നത് കാണാം. അപ്പോൾ അൺഇൻസ്റ്റാൾ ആയതിനു ശേഷം നമ്മൾ ഫയർഫോക്സ് ഇൻസ്റ്റാൾ ചെയ്യാം. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഞാൻ ഓൾറെഡി ഫയർഫോക്സിൻ്റെ സെറ്റപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഫയർഫോക്സിൻ്റെയും ക്രോമിൻ്റെയും സെറ്റപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ്. നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഫയർഫോക്സ് ഇൻസ്റ്റാൾ ആകുന്നതായിരിക്കും. ഇപ്പം നമുക്കിവിടെ ഫയർഫോക്സ് ഇൻസ്റ്റാൾ ആകുന്നത് കാണാം. അപ്പോൾ ഈ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ക്രോമിലും ട്രൈ ചെയ്യുന്നത്. അതായത് ക്രോം നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്തിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം സെറ്റപ്പ് റൺ ചെയ്യുക. അപ്പം ഇങ്ങനെ നമുക്ക് ബ്രൗസർ റിലേറ്റഡ് ഇഷ്യൂസ് നമുക്ക് റിസോൾവ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പം ഈ ഒരു 4 മെത്തേഡിൽ നമുക്ക് മാക്സിമം 100% ഇഷ്യൂ നമുക്ക് റിസോൾവ് ചെയ്യാം. ഈവൻ സോഫ്റ്റ്വെയർ, അതായത് OS റിലേറ്റഡ് ഇഷ്യൂ അല്ലെങ്കിൽ നമുക്ക് മാക്സിമം 100% ഇഷ്യൂസ് ബ്രൗസർ റിലേറ്റഡ് ഇഷ്യൂ ആണെങ്കിൽ നമുക്ക് റിസോൾവ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. മെയിനായിട്ടും ഓർക്കേണ്ട കാര്യം, നമുക്ക് ബ്രൗസർ ബുക്ക് മാർക്ക് ആവശ്യമുണ്ടെങ്കിൽ ബാക്കപ്പ് എടുത്തിട്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അപ്പം ഇത്തരത്തിലുള്ള വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.